നിർമ്മലഗിരി കോളേജിന് അതിൻ്റേതായ ഒരുപാട് നന്മ നിറഞ്ഞ പ്രത്യേകതകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അക്കാദമികമായ ഉന്നത നിലവാരം ഈ സ്ഥാപനം പുലർത്തുന്നതോടൊപ്പം തന്നെ പുതിയൊരു അല്ലെങ്കിൽ വലിയൊരു മൂല്യ വ്യവസ്ഥിതിക്ക് ഈ നിർമ്മലഗിരി കോളേജ് എല്ലാ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ്. നിർമ്മലഗിരി കോളേജിലെ വിദ്യാർത്ഥികൾ പൊതുവെ ഈ കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തുപോയി മറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച് മറ്റിടങ്ങളിൽ ജോലി ചെയ്തൊക്കെ മടങ്ങി വരുമ്പോൾ അവരഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുന്ന കാര്യമാണ് നിർമ്മലഗിരി ടച്ച് എന്ന കാര്യം. നിർമ്മലഗിരി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നിർമ്മലഗിരി ടച്ച് ഉണ്ട് എന്ന്. അത് പ്രധാനമായി ഊന്നി പറയാവുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരുടെ സമൂഹത്തോടുമുള്ള വലിയൊരു പ്രതിബദ്ധതയുടെ ഒരു പാഠം കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു കരുതലിൻ്റെയും പരിഗണനയുടെയും അന്യോന്യമുള്ള പരിഗണനയുടെയും പരസ്പരമുള്ള കരുതലിൻ്റെയും ഒരു വലിയ സ്നേഹപാഠം നിർമ്മലഗിരി അവർക്ക് ലഭിക്കുന്നു. നിർമ്മലഗിരി കോളേജിലെ മാനേജ്മെൻറ്റ് ഇങ്ങനെയൊരു മൂല്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ആരും 1400ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ആരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കരുത് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ ആ കുട്ടികൾ മാത്രം അറിഞ്ഞ് അവർക്ക് ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യം കോളേജിലെ അധ്യാപകരും രക്ഷാകർത്താക്കന്മാരും കൂടെ ചേർന്ന് PTA ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കോളേജിലെ കുട്ടികൾക്ക് മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവർക്ക് കൗൺസിലിങ്ങിനുള്ള സൗകര്യം കോളേജ് ചെയ്തു കൊടുക്കുന്നു. മറ്റൊന്ന്, ഏതെങ്കിലും കുട്ടികൾ നല്ല വസ്ത്രമില്ലാതെ അല്ലെങ്കിൽ യൂണിഫോം വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തു കൊടുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും കാത്തലിക് കുട്ടികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന, എല്ലാ വർഷവും കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ധ്യാനം നടത്തുന്നു. ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. മാസത്തിൽ 1-2 തവണ വൈകുന്നേരങ്ങളിൽ ഈ കോളേജിന് ചുറ്റുപാടുമുള്ള ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് വന്ന് കോളേജിൻ്റെ മുറ്റത്ത് നിർമ്മലഗിരിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമരത്തിനടുത്ത് വന്ന് കോളേജിൻ്റെ ക്യാമ്പസിലൂടെ നടന്ന് ജപമാല ചൊല്ലുന്നു. ഇതൊക്കെ നിർമ്മലഗിരിയുടെ ചില വേറിട്ട നന്മകളാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകർ തമ്മിൽ, വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ, അനധ്യാപകരും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള നല്ല സുദൃഢമായ ഊഷ്മളമായ ബന്ധം പുലരുന്നു. സമൂഹത്തോടുള്ള വലിയ പ്രതിബദ്ധത ഓർമ്മിച്ചുകൊണ്ട് അക്കാദമികമായ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അങ്ങനെ നിർമ്മലഗിരി കോളേജ് വടക്കേ മലബാറിൽ മാത്രമല്ല, കണ്ണൂർ സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിന് മൊത്തം ഒരു പുതിയ വിദ്യാഭ്യാസ സംസ്കൃതി നൽകുന്നതിന് സന്തോഷപൂർവ്വം അവളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് അഭിമാനത്തോടെ പറയട്ടെ. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മംഗലണ്ടാം എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. കുറച്ച് പ്രായമുള്ള ഒരാളെയാണ് അന്ന് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിന് അത്രയും പ്രായം വരെ കാത്തിരിക്കേണ്ടതിൻ്റെ കാര്യം 2 പെങ്ങന്മാരുണ്ടായിരുന്നു. അവർ ഡഫ് ആൻഡ് ഡമ്മാണ്. പ്രായം ചെന്നൊരമ്മ, സംസാരശേഷിയില്ലാത്ത 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിടാൻ സ്വീകരിക്കാൻ തയ്യാറുള്ള ആൾക്കാരെ നോക്കി നിന്ന് അഭിരാം പറഞ്ഞതുപോലെ കുറച്ച് പ്രായമായി. വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടി നേഴ്സിംഗ് പഠിച്ചു. പിന്നൊരു സ്ഥാപനത്തിൽ നേഴ്സായിട്ട് ജോലി കിട്ടി. ഇതിനോടകം 3 കുട്ടികളുണ്ടായി. 3ാമത്തെ കുട്ടി ക്യാരിങ് ആയിരുന്ന സമയത്ത് നേഴ്സിങ്ങിൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാം ആയിരുന്നതുകൊണ്ട് പലരും പറഞ്ഞു ആ കുട്ടിയെ അങ്ങ് കളഞ്ഞേരെ, അതിപ്പം വേണ്ട, കാരണം അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ എക്സാം, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞിനെ കളയാൻ തയ്യാറായില്ല. ആ കുഞ്ഞിനെ സ്വീകരിച്ചു, കുട്ടികളെ വളർത്തി. ഇപ്പം ഈ ചേച്ചി അബ്രോഡ് ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്നു. മൂത്ത പെൺകുട്ടി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. 2ാമത്തവൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. 3ാമത്തവൻ നാട്ടിലെ മാതൃക ആയിട്ട് ഇതര കുടുംബത്തിലെ ആൾക്കാർ നോക്കിക്കാണുന്ന ഒരു മിടുക്കൻ പയ്യനായിട്ട് വളരുന്നു. ഈ കുടുംബത്തിൽ പരിലസിച്ചിരുന്ന അത് സ്നേഹമാണോ സഹനമാണോ, എന്താണ് ആ കുടുംബത്തിൽ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ കാരണമായത്? ആരെടുത്ത നിലപാടാണ്? അവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണ്? സ്വാർത്ഥതയാണോ സ്നേഹമാണോ? എന്താണ് ഡയനയുടെ അഭിപ്രായം? അവിടെ ഓഫ് കോഴ്സ് 0% സ്വാർത്ഥതയാണ്. 0% സ്വാർത്ഥതയാണ്. ഡയാനയോടൊരു 2 ചോദ്യങ്ങൾ കൂടി ഞാൻ ചോദിക്കാം. ഇവിടെ ആ പെൺകുട്ടി, ആ സ്ത്രീ ധൈര്യമുള്ള സ്ത്രീയാണോ, അബലയാണോ, അതോ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുത്തൻ അധ്യായം രചിച്ച ധീരവനിതയാണോ?
തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുത്തൻ അധ്യായം രചിച്ചൊരു ധീര വനിത തന്നെയാണ്. നമ്മൾ ചരിത്രത്തിൽ എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ ഈ പേര് കാണുന്ന സെലിബ്രിറ്റീസോ ഒന്നുമല്ല. ഇതുപോലെ ജീവിതത്തിൽ സധൈര്യം മുന്നോട്ട് പോകുന്ന, പ്രതിസന്ധികളെ ഏറ്റെടുക്കാനും വെല്ലുവിളികളെ ഏറ്റെടുക്കാനും തയ്യാറായ ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന ആശയം തന്നെ മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. ഇതുപോലെ നിലപാടുകളിലൂടെ തങ്ങളുടെ ആർജവം പുറത്ത് കാണിച്ച, പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ധീരമായിട്ട് മുന്നോട്ട് പോയ ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണം എന്ന ഇത് കൊണ്ടുവന്നത്. അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ സ്ത്രീയും. ഇതുപോലെ ഒന്നല്ല, ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 1-2 ഇൻസിഡൻസ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുക. നമ്മളിങ്ങനെ ചർച്ച ചെയ്തു, ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധം കൊണ്ടോ നിങ്ങൾ പലരും പ്രതികരിച്ചു. എന്ത് കാര്യത്തിനും ഒരു ആശയം, ഒരു നിലപാടിലെത്തിയിട്ട് വേണമല്ലോ നമുക്ക് അവസാനിപ്പിക്കാൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് ടുഗദറും മരിറ്റൽ ലൈഫും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, മരിറ്റൽ ലൈഫിൽ, മാരേജിൽ സ്നേഹമാണുള്ളതെങ്കിൽ ലിവിങ് ടുഗദറിലുള്ളത് ലെസ്റ്റാണ്. ഫെർട്ടിലിറ്റി ഉള്ള കാലഘട്ടം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫിസിക്കൽ നീഡിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ളൊരു ട്രെൻഡ് മാത്രമാണ് ലിവിങ് ടുഗദർ. ഡയാനയുടെ അല്ലെങ്കിൽ അഭിരാമിൻ്റെ, ഹരിയുടെ, ഈ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ അഭിപ്രായത്തെ മാനിക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള സ്നേഹം, സഹനമെന്ന വാക്ക് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ശരിയായിട്ടുള്ളൊരു സ്നേഹമുണ്ടാകുക വിവാഹത്തിലും കുടുംബങ്ങളിലുമാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഒരു ബയോളജിക്കൽ ഒരു ഫാക്ടറും കൂടി സൂചിപ്പിക്കാം നമുക്ക്. അതായത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഒരു 35-നും 40-നും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഡയാനയുടെ അഭിപ്രായത്തിൽ? വ്യത്യാസമുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിലല്ല, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്. ഉള്ള സമയത്ത് നമ്മുടെ ഏർലി 20s ജനിക്കുന്ന കുട്ടികളും 30s ജനിക്കുന്ന കുട്ടികളും തമ്മിൽ ഒരുപാട് കാര്യത്തിൽ, അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ, അവരുടെ കഴിവുകളിൽ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഈ എന്താ പറയുക, ഇവരേറ്റവും ഫെർട്ടൈലായിട്ടിരിക്കുന്ന ആ 20s ജനിക്കുന്ന കുട്ടികൾ കൂടുതൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും, കൂടുതൽ കഴിവുകളുള്ളവരായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ 30s ജനിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ റെയർ കേസസ് ഉണ്ട്. ഏതായാലും ഫെർട്ടിലിറ്റിയുടെ പീക്ക് ലെവൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആരോഗ്യവും കഴിവും പ്രാഭവവും കൂടുതലുണ്ടെന്നുള്ള കാര്യം സയന്റിഫിക് ആണ്. ഓക്കെ, അതിനോട് യോജിക്കുന്നു. എന്താണ് ഡയാനയുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം? നേരത്തെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ ഡയാന? സയന്റിഫിക്കലി ഡയാന പറഞ്ഞു. വനിതാ ശാക്തീകരണത്തിൻ്റെ പുത്തൻ ചരിത്രം കുറിച്ച സ്ത്രീയെക്കുറിച്ച് ഡയാന പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഇൻ ദിസ് സിനാരിയോ? അത് ഇപ്പം ഇവരെല്ലാം പറഞ്ഞത് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒരു കാര്യമാണ്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ആ കുട്ടി +2 പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചു, അതിനുശേഷവും പിന്നെ ആ കുട്ടി പഠിച്ചു, ഫിനാൻഷ്യലി എല്ലാം സ്റ്റേബിളായി, വിവാഹപ്രായം എത്തി, അതായത് നേരത്തെ കെട്ടിയാൽ പോലും അത് ബാക്കിയുള്ള നമ്മുടെ ലൈഫും കരിയറും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് സിനിമകളിലും കാര്യങ്ങളിലും ഉണ്ട്, എൻ്റെ കരിയർ, എൻ്റെ ഇതാണ് വലുത്, അതിന് മാരേജ് ഒരു തടസ്സമാണ് എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ കരിയറിനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ നമ്മുടെ സ്വപ്നങ്ങൾക്കോ മാരേജ് ഒരിക്കലും ഒരു തടസ്സമാവുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ദ റൈറ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തുമ്പോൾ, സ്നേഹം ഉണ്ടെന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പം സ്നേഹിക്കാനും കൂടെ നിൽക്കാനും പറ്റുന്ന ഒരാളെ ആണ് നമ്മൾ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര നേരത്തെ വിവാഹം കഴിച്ചാലും കൂടുതൽ സന്തോഷത്തോടെ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഡയാന നിങ്ങളുടെ ക്യാമ്പസിന് വേണ്ടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡയാനയോട് യോജിക്കുന്നവരൊന്ന് കൈയടിച്ച് ആ യോജിപ്പൊന്ന് പ്രകടിപ്പിക്കുക. ഡയാന അല്ലേ, അയൺ വാട്ടർഫ്ലൈ ഓഫ് ദ ക്യാമ്പസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഡയാനെ വിശേഷിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഡയാനയോട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതാണ് ചോദ്യം. ഒരു കുടുംബം, അവർക്ക് പാരമ്പര്യ സ്വത്തില്ല, വിദേശത്ത് പോകാൻ വേണ്ടി, ലോൺ എടുക്കാൻ വേണ്ടി, സ്റ്റുഡൻറ്റ് വിസ പോകാൻ പണയം വെക്കാൻ സ്ഥലമില്ല. അവർ ഒരല്പം നേരത്തെ വിവാഹം കഴിച്ചു. 25 വയസ്സ് ഉള്ളപ്പോൾ പുരുഷനും ആ പെൺകുട്ടിക്ക് 23 വയസ്സും അവർ വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ജോലി കിട്ടാനുള്ളൊരു വലിയ ബുദ്ധിമുട്ട്, എക്കണോമിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു വലിയ പ്രതിഭാസമുണ്ട്, ഒരു ഫിനോമിനുണ്ട് നമ്മുടെ നാട്ടിൽ. പല ഇൻ്റർവ്യൂവിനും ചെന്നപ്പോൾ ആ പെൺകുട്ടി പിന്തള്ളപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിലെ ഒരു കുട്ടി മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇനി വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാകും, ജോലി തന്നാലും നിങ്ങൾ നാളെ മെറ്റേണിറ്റി ലീവ് എടുത്തുകൊണ്ട് വരും, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു.
വളരെ സങ്കടത്തോടുകൂടി ഇറങ്ങിപ്പോകുന്നു. നേരത്തെ വിവാഹം കഴിച്ചതിൻ്റെ പുറത്ത് വളരെ ബുദ്ധിമുട്ട് അവരുടെ ഹസ്ബൻഡിനും ഉണ്ടായി. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്നൊരു നിലപാടെടുത്തു, ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം. അങ്ങനെ അവരൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങി. അവരുടെ നാട്ടിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങി. രാവിലെ അപ്പം ഉണ്ടാക്കി കടകളിൽ സപ്ലൈ ചെയ്യുക, അച്ചപ്പം ഉണ്ടാക്കി കൊടുക്കുക. അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് അവരുടെ ബിസിനസ് ചെറുതായിട്ടൊന്ന് ഫ്ലറിഷ്ഡായി. 8 വർഷം കൊണ്ട് 5 മക്കളുണ്ടായി. ഈ ബിസിനസ്സിൽ ഈ ചെറിയ കുട്ടികളും അവരെ സഹായിക്കുന്നു. അവർ കടബാധ്യതയില്ലാതെ, ലോണില്ലാതെ, ആരുടെയും പുറകെ നടക്കാതെ, സോഷ്യൽ മീഡിയയിലെ സൈബർ ബുള്ളിങ്ങിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ലൈവ് വന്ന് കരച്ചിലും നാടകവും നടത്താതെ അവർ അധ്വാനിച്ച് മക്കളെ നന്നായി വളർത്തി ജീവിക്കുന്നു. എന്താണ് ഈ കുടുംബത്തെക്കുറിച്ച് ഡയാനയ്ക്ക് പറയാനുള്ളത്? ഇനി ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കാം. ഒരു സെൽഫ് ഫിനാൻസിങ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന PhD ഉള്ള ഒരു അധ്യാപികയുടെ ശമ്പളം കേരളത്തിൽ കൂടിപ്പോയാൽ 30,000. അവർക്ക് ഒരു ദിവസം കള്ളപ്പം വിറ്റും അച്ചപ്പം വിറ്റും മുറുക്ക് വിറ്റും കിട്ടുന്ന ലാഭം, ഒരു ദിവസത്തെ അവരുടെ ലാഭം 5,000 രൂപ. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആ കുടുംബത്തെ എങ്ങനെ വിലയിരുത്തുന്നു ഡയാന? നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനം, ഒന്നിച്ച് ജീവിക്കാൻ അവരെടുത്ത തീരുമാനം, എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നിച്ച് നേരിടുമെന്ന് അവരെടുത്തൊരു തീരുമാനം, ആ തീരുമാനം ഉറച്ചതാണെങ്കിൽ അതിനുള്ള വഴികളും തെളിയും. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, എനിക്ക് തോന്നുന്നില്ല സ്നേഹത്തെ എന്താ പറയുക ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെന്ന്. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്നേഹം എന്നുള്ള ഒന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ പറ്റും. നമ്മുടെ സന്തോഷം നമ്മൾക്കുണ്ടാവുന്ന പൈസയിലല്ല സന്തോഷം. എൻ്റെ കാര്യത്തിൽ അത് മണി മാറ്റേഴ്സ് അല്ല സന്തോഷം. അപ്പം പണം ഉള്ളപ്പോൾ സന്തോഷമുള്ളവരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പണമാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം, അല്ലെ പണമാണ് സമ്പത്താണ് നമുക്ക് സന്തോഷം തരുന്നതെന്ന് തോന്നുന്നില്ല. നമുക്ക് സന്തോഷം തരുന്നത് അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് ഓരോരോ കാര്യങ്ങളാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പറ്റുമ്പോഴും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ ആത്യന്തികമായിട്ട് ഉള്ളിലുള്ള നമ്മുടെ സന്തോഷം, അല്ലാതെ സാമ്പത്തികമോ മറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഉള്ളിൽ ഈ സന്തോഷം ഉണ്ടെങ്കിൽ, സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ, കൂടെ ഒരാളുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്ത് പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ പറ്റും. അത് തന്നെയാണ് കുടുംബത്തിൽ അവർ ചെയ്തത്. അവർ പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തു. അവർ പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോയി. അവരുടെ ജീവിതത്തിൽ പൈസ ഒരു പ്രശ്നമല്ലായിരുന്നു, പക്ഷേ പൈസ നമുക്ക് ആവശ്യമാണ് ജീവിക്കാൻ. അതിനവർ വഴി കണ്ടുപിടിച്ചു. ആ വഴിയിൽ അവർ ആർജവത്തോടെ മുന്നോട്ട് പോയി. പരാജയങ്ങളുണ്ടാവും, നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും നമുക്ക് പരാജയങ്ങളുണ്ടാവും. ആ പരാജയത്തെ അവർ ഒന്നിച്ച് നേരിട്ടു. ഒരാൾ തന്നെയല്ല, 2 പേര്, അപ്പോൾ ഡബിൾ സ്ട്രോങ്ങാണ്. അപ്പോൾ അങ്ങനെ അവർ ഒന്നിച്ച് നേരിട്ടു, അവർ ജീവിതത്തിൽ വിജയിച്ചു. സിമ്പിൾ. യോജിക്കുന്നുണ്ടോ ഡയാനയോട് എല്ലാവരും? അപ്പോൾ നിങ്ങളുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയായ ഡയാന തന്നെ 2 സിനാരിയോസ് വഴി പറഞ്ഞു. സ്നേഹമുണ്ടെങ്കിൽ അതിൽ സഹനമില്ല, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിൽ വിവാഹം കഴിച്ചാലും അധ്വാനിച്ച് ജീവിക്കാം. ഡയാന പറഞ്ഞ അഭിപ്രായത്തോട് ഡയാന തന്നെ യോജിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ 23-25 അവർ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ യുവാക്കളാണ്, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. അതും കൂടെ നമ്മൾ ലേറ്റായിട്ട് മാരേജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വയസ്സായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അതനുസരിച്ച് കുറയാം. ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാൻ നമുക്ക് കൂടുതൽ കപ്പാസിറ്റി ഉള്ളൊരു സമയമാണ്. അപ്പം പുതിയ പുതിയ വഴികൾ കണ്ടെത്താനും കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് പോകാൻ അത് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഡയാന പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നേരത്തെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആണോ? ഡയാനോട് എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടോ? എന്താണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? മൈക്കെന്തേ പറയൂ. നിവേദിത പറയൂ, ഡയാനയോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ കോളേജ് മേറ്റ് ആണല്ലേ? പറയൂ, നിങ്ങൾ തമ്മിൽ ഒരു സംസാരം നടക്കട്ടെ. പറയൂ നൈതിക. ഡയാനയോട് യോജിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് താല്പര്യമില്ല. സി, അതിൽ തന്നെ മറ്റൊരു വലിയൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തിപരമായ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും ആ കുട്ടി പറയുന്നത് ഡയാനയോട് യോജിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഡയാനയോട് യോജിക്കുന്നത്? ഡയാനയോട് ആശയത്തോട് യോജിക്കുന്നതുകൊണ്ടാണോ, ഡയാന ഇഷ്ടമായതുകൊണ്ടാണോ? രണ്ടുമാണ്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമായിരിക്കും. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലർക്കത് ശരിയായി എടുക്കാം, ചിലർക്കത് തെറ്റായി എടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഓക്കെ, നോ പ്രോബ്ലം. പേരെന്താണ്? ഒന്നുകൂടെ. നൈതിക പറഞ്ഞൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ്. ഡസന്റ് മാറ്റർ. നൈതിക ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും നൈതിക ഡയാനയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഡയാനയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനർത്ഥം യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സ്നേഹമുള്ള
ഒരു ക്യാരക്ടറാണ് നൈതിക എന്നൊരർത്ഥം കൂടിയുണ്ട്. സ്നേഹത്തിനെതിരായിട്ട് നിലനിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കും. പക്ഷേ ആശയത്തെ, നന്മയെ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം സ്വന്തം നിലപാട് നൈതിക വ്യക്തമാക്കുന്നു. അതിൽ കുറ്റപ്പെടുത്താനില്ല. ഇപ്പോൾ സിസ്റ്റേഴ്സ് വിവാഹം കഴിച്ചല്ല ജീവിക്കുന്നത്, കാത്തലിക് പ്രീസ്റ്റ് അച്ഛന്മാർ വിവാഹം കഴിക്കുന്നില്ല. ആത്യന്തികമായിട്ട് എല്ലാവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു വിത്ത് ഉണ്ടാവും. അത് നമുക്ക് ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല. ആ സ്നേഹത്തിന്റെ ആത്യന്തികമായ ഒരു വിത്ത് എല്ലാവരുടെ ഹൃദയങ്ങളിലും പാകിയത് ആരായിരിക്കാം? എങ്ങനെയായിരിക്കാം അങ്ങനെ സ്നേഹത്തിന്റെ ആത്യന്തികമായ ഒരു വിത്ത് എല്ലാവരും? അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാവാം. ആ മാതാപിതാക്കൾക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ഹെറിഡിറ്ററി ആയിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടിയതാവാം. ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹം, ദാനമായി കിട്ടിയിരിക്കുന്ന സ്നേഹത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടാവാം. ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ലൈഫിൽ എന്തെങ്കിലും ഒരു സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മുറിവേറ്റവർക്ക് പിന്നീട് സ്നേഹത്തോട് എതിർപ്പായിരിക്കും, എതിരഭിപ്രായമായിരിക്കും. എന്തെങ്കിലും ലൈഫിൽ ഒരു ട്രോമാസ് ഇല്ലാത്തവർക്ക് ആത്യന്തികമായിട്ടുള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം. അപ്പോൾ ഡയാന പറയുന്നതാണ്, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സ്നേഹം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവിടെ സഹനത്തിന് പ്രസക്തിയില്ല, സ്നേഹമാണ് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് ഡയാന ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ക്യാമ്പസിന് വേണ്ടി ഡയാന പറഞ്ഞു വെക്കുന്നത് ഇതാണ്: നേരത്തെ വിവാഹം കഴിക്കാം, അതിൽ തെറ്റില്ല. ദാനമായി നൽകുന്ന കുഞ്ഞുങ്ങളെയെല്ലാം സ്വീകരിക്കാം, അതിൽ തെറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും ഒരല്പം കൂടി അഭികാമ്യം രണ്ടുപേരെ സ്നേഹിച്ചും പങ്കുവെച്ചുമൊക്കെ ജീവിക്കുന്നതാണ്. ലിവിങ് ടുഗദറിനേക്കാളും കുറേയും കൂടി സ്നേഹം, കുറേയും കൂടി മധുരം, കുറേയും കൂടി രസം മാരിറ്റൽ ലൈഫിന് തന്നെയാണ് എന്നാണ് ഡയാന പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെതിരായിട്ടുള്ളൊരു ട്രെൻഡ് സാഹിത്യത്തിലൂടെയും കലയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വരുമ്പോൾ ഡയാനെ പോലെയുള്ള ആർജവത്വമുള്ള പെൺകുട്ടികൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഈ സമൂഹത്തിന് വേണ്ടി? ആർക്ക് വേണമെങ്കിലും പറയാം അതിനെക്കുറിച്ച്. അങ്ങനെ നമുക്ക് ഈ ഡിസ്കഷൻ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അതോടുകൂടി എത്തുമെന്നാണ് ഞാൻ കരുതുക. എന്ത് ചെയ്യാൻ സാധിക്കും? ഡയാന തന്നെ പറഞ്ഞു, ഡയാന ആദ്യം സൂചിപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടി സൂചിപ്പിച്ചു, സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട്, സെലിബ്രിറ്റികളുടെ ജീവിതത്തിന് വലിയൊരു സ്വാധീനമുണ്ട്. ഈ സ്വാധീനത്തെ എല്ലാം മറികടക്കാൻ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം ഉപയോഗിക്കണം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിച്ച് അവരൊരു കാഴ്ചപ്പാടുള്ളവരായിട്ട് മാറുകയാണെങ്കിൽ ഒരുമിച്ച് നിന്നാൽ എന്ത് നേടാമെന്നാണ് ഡയാന പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് നിന്ന് ഈ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രതിസന്ധിക്കെതിരായി ഈ സമൂഹത്തോട്, യുവതലമുറയോട്, ഈ ക്യാമ്പസിന് വേണ്ടി എന്താണ് പറഞ്ഞു വെക്കാനുള്ളത്? നിന്നാൽ നമ്മൾ ലൈഫിൽ വിജയിക്കും എന്നത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. പിന്നെ സാറ് ചോദിച്ചാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കാമെന്ന്. അവരവരുടെ ആശയത്തെ എഴുതി നമുക്ക് നമ്മുടെ ആശയത്തെ എഴുതാമല്ലോ. നമ്മുടെ ആശയത്തെ സംസാരിക്കാം, നമ്മുടെ ആശയത്തെ ജീവിക്കാൻ പറ്റും, ആശയത്തിൽ ജീവിക്കാൻ പറ്റും. ഇനി മറ്റൊരു ചെറിയ ഒരു കാര്യം കൂടി പറയാം. എനിക്കറിയാവുന്നൊരു കുടുംബം, അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ MSW കോഴ്സ് തീർന്ന സമയത്താണ് വിവാഹം കഴിക്കുന്നത്. 25 വയസ്സ് കഴിഞ്ഞ് MPhilന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ മൂത്ത കുഞ്ഞുമായിട്ടാണ് പോയത്. അവരും ആ കാലഘട്ടങ്ങളിലെ സാമൂഹിക രീതികൾക്ക് എതിരായിട്ട് ജീവിച്ചു വന്ന ആൾക്കാരായതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ടവർ. പിന്നീട് ജീവസന്ധാരണത്തിൻ്റെ മാർഗമായിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറിപ്പോയി. അവിടെ വെച്ച് അവർക്ക് വീണ്ടും 4 കുട്ടികൾ കൂടി ഉണ്ടായി. അപ്പോൾ 5 മക്കൾ. ഈ 5 മക്കളുമായി അവിടെ ജീവിക്കവേ അദ്ദേഹത്തിനൊരു തോന്നൽ വന്നു, നാട്ടിൽ പേരൻസ് തന്നെയാണ്. വൃദ്ധമന്ദിരങ്ങൾ വിദേശത്ത് പെരുകുന്ന പോലൊരു പ്രതിഭാസം നാട്ടിൽ വരുമ്പോൾ ആ വൃദ്ധമന്ദിരത്തിൻ്റെ ഒറ്റപ്പെട്ട ഇടനാഴിയിൽ എൻ്റെ അപ്പനെയും അമ്മയെയും മാറ്റി നിർത്തിയിട്ട് ശുശ്രൂഷിക്കാൻ എയർ ഹോസ്റ്റസുമാരെ പോലെ തോന്നിപ്പിക്കുന്ന കുറച്ച് ഹോം നേഴ്സുമാരെ നിർത്തിയാൽ പോരാ. എൻ്റെ മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യം എൻ്റെ മക്കളുടെ കൂടെ ആസ്വദിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് എബ്രോഡ് ലൈഫ് വേണ്ടാന്ന് വെച്ച് 5 മക്കളുമായി അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് പേരൻസിൻ്റെ കൂട്ടത്തിൽ, അതായത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് പേരൻസിൻ്റെ കൂട്ടത്തിൽ, സ്വന്തം അപ്പൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ വളരാനുള്ളൊരു അവസരം ലഭിക്കുകയാണ്. ആ 5 മക്കളുടെ കൂട്ടത്തിൽ നാട്ടിൽ വന്ന് ഒരു 4 വർഷം കൊണ്ട് അവർക്ക് 3 കുട്ടികൾ കൂടി ഉണ്ടായി. ഇപ്പോൾ അവർ 8 മക്കളെ വളർത്തുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു, നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നു. ഈ ഒരു കുടുംബം, ഇതും കേരളത്തിലുള്ള ഒരു കുടുംബം തന്നെയാണ്. ഈ ഒരു കുടുംബത്തെ നോക്കിക്കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഡയാനയ്ക്ക് വായിച്ച് എഴുതാവുന്ന, നിരീക്ഷിച്ച് പറയാവുന്ന, വിലയിരുത്തി പറയാവുന്ന നന്മകൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുക. എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. ഓക്കെ ഡയാന, പറയൂ. ഇതുപോലത്തെ സാറിപ്പോൾ ഒരു ഫാമിലിയുടെ കഥയാണ് പറഞ്ഞത്. ഒരുപാട് ഫാമിലി ഇതുപോലെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്തൊരു ക്യാമ്പിൽ 9 മക്കളുമായിട്ട് അവർ വന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാം ജീവിതത്തിൽ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷമുള്ളൂ.
ഈ പറഞ്ഞ പോലെ സഹനങ്ങളല്ല, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതിനെ അവർ ഒരുമിച്ച് നേരിട്ടു. 2 പേരായിരുന്നു, മക്കളായപ്പോൾ 3 പേരായി, 4 പേരായി. പ്രതിസന്ധികൾ നേരിടാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനും നമ്മുടെ ടീമിലേക്ക് ആൾക്കാർ കൂടി എന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ അവരെല്ലാവരും കൂടെ അതൊരു ഫാമിലിയാണ്, ഒറ്റക്കെട്ടായിട്ട് അവർ ആ ജീവിത വിജയത്തിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ കാര്യത്തിലായാലും അവർ നിലപാടുകൾ എടുക്കാനുള്ള ആർജവം കാണിച്ചു. ആ നിലപാടിനനുസരിച്ച് അവർ മുന്നോട്ട് പോയി. ബാക്കിയുള്ളതെല്ലാം വന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അവർ ഒരുമിച്ച് നേരിട്ടു. സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ എനിക്കിങ്ങനെയുള്ള 1-2 കുടുംബങ്ങളെ അറിയുള്ളൂ. ഡയാനയ്ക്ക് അത് കൂടുതൽ കുടുംബങ്ങളെ അറിയാം. ഒരു കുടുംബത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഈ ഇടയ്ക്ക് വാർത്തയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ട്രെൻഡായിട്ട് കുറേ റീൽസിലെല്ലാം ഇഷ്ടംപോലെ കണ്ടൊരു ഫാമിലി ഉണ്ട്. 9 മക്കളായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ്, വൈഫ് ടീച്ചറാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയുടെ കഥ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ജോയ്ഫുൾ 6 എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് കരോളിൽ പാടിയ ആ ഒരു ടീം, 6 മക്കൾ, അപ്പനും അമ്മ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാടിയ ഒരു ജോയ്ഫുൾ 6 എന്ന് പറഞ്ഞൊരു ഫാമിലി ഒരിടയ്ക്ക് ട്രെൻഡായിരുന്നു. അതുപോലെ ഒരുപാട് ഫാമിലീസ് ഈ കേരളത്തിൽ ഇഷ്ടംപടിയുണ്ട്. വീട്ടിൽ വല്യമ്മച്ചിക്ക് 9 മക്കളാണ്. അവർ 7 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വീട്ടിൽ, എനിക്കറിയാം, വീട്ടിൽ കസിൻസ് എല്ലാം വരുന്നു. ഒരു പരിപാടി വന്നാൽ ഇഷ്ടംപടി ആൾക്കാർ ഓടിക്കൂടാനും, വീട്ടിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഇഷ്ടംപടി പേര് സഹായിക്കാൻ ഓടിയെത്താൻ ഭയങ്കര സന്തോഷകരമായിട്ടൊരു ലൈഫാണ്. അപ്പോൾ അമ്മച്ചിയായാലും സന്തോഷത്തോടെ ഇരിക്കുന്നു. എപ്പോഴും മക്കൾ കാണാൻ വരുന്നു. അങ്ങനെ ഭയങ്കര ഒരു അവരുടെ മക്കൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെ ഒരു ഇതാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. അപ്പോൾ ഡയാന പറഞ്ഞു വെക്കുന്നത് സിസ്റ്ററിൻ്റെ വല്യമ്മച്ചയെ പോലെ, സിസ്റ്ററെ ഡയാനയ്ക്കും ഒരു വല്യമ്മച്ചിയുണ്ട്. അപ്പോൾ ഡയാന പറഞ്ഞു വെക്കുന്നത്, പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്: ജീവിതം വിജയമോ പരാജയമോ എന്ന് തീരുമാനിക്കാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്ന സെലിബ്രിറ്റികളെയൊക്കെ അനുകരിക്കുന്നതിൽ സെലിബ്രിറ്റീസിലും ഉണ്ട്. നമ്മൾ കാണുന്നതനുസരിച്ചല്ലേ, അതായത് നല്ല രീതിയിൽ ജീവിക്കുന്ന സെലിബ്രിറ്റീസും ഇഷ്ടംപടിയുണ്ട്. നല്ല കാര്യങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം മദ്യപിക്കത്തില്ല, അനുകരിച്ചുകൂടെ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ജീവിതം ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരുപാട് സെലിബ്രിറ്റീസും ഉണ്ട്. അപ്പം ആ രീതിയിലും അനുകരിക്കാമല്ലോ. നമുക്ക് പറ്റുമല്ലോ. ആരായാലും കുഴപ്പമില്ല, നന്മ അനുകരിക്കാമെന്നാണ്. നന്മയുടെ മൂർത്തഭാവം, നന്മയുടെ അവസാന വാക്ക് ആരായിരിക്കും? നന്മയുടെ അവസാന വാക്ക് ഞാൻ കണ്ടിട്ടുള്ളത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചൊരു മനുഷ്യനുണ്ട് ബത്ലഹേമിൽ. അദ്ദേഹം 33-ാം വയസ്സിൽ അയാൾക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച ഒരു കഥയല്ല, ചരിത്രം ഈ ലോകത്തിലുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് നന്മയുടെയും സ്നേഹത്തിൻ്റെ ഏറ്റവും പൂർത്തീകരണം ആ കുരിശിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ കുരിശിലാണ് കണ്ടിട്ടുള്ളത്. യേശുക്രിസ്തു എന്ന മനുഷ്യനിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. യേശുക്രിസ്തു എന്ന പല പ്രവാചകന്മാരും പലരും ഈ ലോകത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്, പല മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മനുഷ്യനായിരിക്കെ തന്നെ ഈ പറയുന്ന നന്മകളുടെയും സ്നേഹത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ളത് യേശു എന്ന് പറയുന്ന മനുഷ്യനിലാണ്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുക. ഈ ക്യാമ്പസിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങളും ചോദ്യങ്ങളും സഹകരണങ്ങൾ കൊണ്ടാണ് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്നത്തെ ഈ ക്യാമ്പസ് വിഷൻ എന്ന പ്രോഗ്രാമിന് സാധിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെ സഹകരിച്ചിട്ടുണ്ട് ഡയാനയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. വിവാഹം വേണോ വേണ്ടയോ, ലേറ്റ് മാരേജ് ഒരു പ്രശ്നമാണോ അല്ലയോ, ഇങ്ങനെയാണ് തുടങ്ങിയത്. ആ തുടങ്ങിയ ചോദ്യത്തിന് ഉത്തരം നിങ്ങളിലൂടെ, ഡയാനയിലൂടെ, കൂത്തുപറമ്പിലെ ഈ ക്യാമ്പസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയുടെ മൂർത്തിഭാവമായ ദൈവത്തെ, ഈശോയെ അനുകരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഡയാനയുടെ വല്യമ്മച്ചയെ പോലെ, സിസ്റ്ററിൻ്റെ വല്യമ്മച്ചയെ പോലെ സ്നേഹത്തിൽ, സഹനത്തിന് യാതൊരു സാധ്യതയുമില്ല, വാക്കുപോലും ഒഴിവാക്കിക്കൊണ്ട് വിവാഹം കഴിക്കാം, നന്മ സ്വീകരിക്കാം, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം. ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് നിന്നാൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കേരള സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ് കൂത്തുപറമ്പിലെ മനോഹരമായ ഈ ക്യാമ്പസ്. നിങ്ങളുടെ സഹകരണത്തിനും ഡയാനിയിലൂടെ, നിങ്ങളിലൂടെ, ഇവിടുത്തെ മാനേജ്മെൻറ്റിലൂടെ, പ്രിൻസിപ്പളിലൂടെ, വൈസ് പ്രിൻസിപ്പളിലൂടെ, ഷാലോം ചാനലിനോട് നിങ്ങൾ കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അച്ഛനൊന്ന് വരാൻ സാധിക്കുമോ അച്ഛൻ, ഒരു പ്രാർത്ഥനയോടുകൂടി? അച്ഛൻ്റെ ക്യാമ്പസിൽ ഒരുപാട് നന്മ മരങ്ങളുണ്ട് അച്ഛാ. നന്മയുടെ ഉറവിടം വറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഹരിയുള്ള, അഭിരാമുള്ള, ഡയാനയുള്ള ക്യാമ്പസ് ഈ സമൂഹത്തിലെ പ്രതിസന്ധിക്കും പ്രതിഭാസത്തിനുമൊക്കെ എതിരെ നന്മ കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്താ, സിസ്റ്റേഴ്സിൻ്റെയും ഡയാനയുടെയും ഹരിയുടെയും ഫാത്തിമയുടെയും നൈതികയുടെയൊക്കെ ക്യാമ്പസ് കേരള സമൂഹം
നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ഉദാഹരണ സഹിതം അനുഭവ സമ്പത്ത് കൊണ്ട് സ്നേഹത്തിൽ ചാലിച്ച മറുപടി കേരളത്തോട് ഈ ക്യാമ്പസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. പൗരോഹിത്യ ആശീർവാദത്തോടുകൂടി, പൗരോഹിതൻ്റെ ആശീർവാദത്തോടുകൂടി, ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് നമുക്ക് തരാൻ നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ഹൃദയം കൂടി കവർന്നെടുത്ത ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഒരു 8 മക്കളുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. ആ കുടുംബം ഏതാണെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ കുറേ കൂടി അതൊരു ഈ പ്രോഗ്രാമിന് എലഗൻസ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറത് പറഞ്ഞ് നല്ലതായിരുന്നു. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറയാം. സാധാരണ സോഷ്യൽ മീഡിയയിലൊന്നും ഇങ്ങനെ പറയാറില്ല. തെറ്റായതുകൊണ്ടല്ല, സമയമില്ലാത്തതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത്. എനിക്ക് 8 മക്കളുണ്ട്. ഈ 8 മക്കളെ 10 മിനിറ്റ് വെച്ച് കൊഞ്ചിക്കാനുള്ള സമയം ഫേസ്ബുക്കിൻ്റെ മുമ്പിൽ ഇരിക്കാൻ എനിക്കില്ല. മൂത്ത മോള് +1 പഠിക്കുന്നു, 8ാമത്തവൻ 2.25 വയസ്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്സിലൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് കോളേജ് കഴിഞ്ഞ് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോൾ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഈ 8 6 ഓടി വന്ന് ഗേറ്റ് തുറന്ന് 50 മീറ്റർ ഇല്ല ഗേറ്റിൻ്റെ അവിടെ നിന്ന് കാർ പോർച്ചിലേക്ക്, അവിടുന്ന് എൻ്റെ കൂടെ വണ്ടിയിൽ കയറും. തറന്ന് കിടക്കുമ്പോൾ എൻ്റെ പുറത്ത് കയറി എല്ലാവരും കൂടി ഇരുന്ന് കളിക്കും. ഞാനും എൻ്റെ വൈഫും തമ്മിൽ, വൈഫ് എന്നെ സഹിക്കുകയാണോ ഞാൻ അവളെ സഹിക്കുകയാണോ എന്നറിയില്ല. ഡയാന പറഞ്ഞു സഹനെന്ന് പറയാൻ പാടില്ല എന്ന്, അതുകൊണ്ട് സ്നേഹമെന്ന് പറയാം. ഞങ്ങൾ ശരിക്കും വഴക്കുണ്ടാക്കിയിട്ട് ഒത്തിരി കാലമായി സിസ്റ്ററെ. കാരണം എന്താ, വഴക്കുണ്ടാക്കാൻ നേരമില്ല. വഴക്കുണ്ടാക്കി വരുമ്പോൾ ഒരു കുട്ടി അതിലേ പോകും. അപ്പോൾ അവൾ പറയും ദാണ്ട പൊക്കോ പിടിച്ചോളാൻ പറയും. അവളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്ത് ഇതിലേ പോകും. 1-2 തമാശകളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അച്ഛൻ എങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് എന്നാണ് പുരോഹിതൻ പറഞ്ഞാൽ. ഞങ്ങൾ കുഞ്ഞാടുകളത് കേൾക്കും. അതായത് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ വൈഫിന് ഇഷ്ടമുള്ളതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇഡ്ഡലി. എൻ്റെ അപ്പനും അമ്മയും 8 പിള്ളേരും ഞാനും വൈഫും കൂടി. അപ്പോൾ 12 പേർക്ക് ഒരു 10, 45, 50 ഇഡ്ഡലിയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. ഈ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിളമ്പി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിള്ളേരാരും വന്ന് അമ്മ ഇത് വേണ്ടെന്ന് പറയില്ല. പറഞ്ഞാൽ അപ്പം അടുത്തിരിക്കുന്ന ആളെടുത്ത് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും കുറുമ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ വൈഫ് പിള്ളേരൊക്കെ നല്ല തല്ല് കൊടുക്കും, നല്ല അടി കൊടുക്കും. ഇതേവരെ അങ്ങനെ തല്ല് കൊണ്ടതിൻ്റെ പുറത്ത് സൈക്കോ സോഷ്യൽ പ്രശ്നമൊന്നും പിള്ളേർക്ക് ലാക്ക് ഓഫ് ലവ് ഒന്നും ഉണ്ടായിട്ടില്ല. അടി കൊടുക്കുന്നത് കാണാം, 10 മിനിറ്റ് കഴിയുമ്പോൾ മടി കയറിയിരിക്കുന്നതും കാണാം. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ ആവശ്യം ശരിക്കില്ല. ഫ്രിഡ്ജിൽ ഒന്നും ഇരിക്കാറില്ല. ആകെ 2 സാധനങ്ങളെ ഫ്രിഡ്ജിൽ ഇരിക്കുകയുള്ളൂ. എന്താണെന്നറിയാമോ, മാവും കരിവേപ്പിലയും. വേറെ എന്തെടുത്താലും പിള്ളേർ കഴിക്കും. അപ്പോൾ ആ സഹനം എന്ന വാക്ക് മാറ്റിയാൽ സ്നേഹം അത് ആസ്വദിച്ച് തന്നെ ജീവിക്കുക. പിന്നെ പലപ്പോഴും ഞാനതിങ്ങനെ എല്ലായിടത്തും പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ പല കമൻറ്റുകളൊക്കെ വേണേ വരാം. അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, ചിലപ്പോൾ അവരെയൊക്കെ ചിലരൊക്കെ പരിഹസിച്ചെന്നൊക്കെ വരാം. പിന്നെ അതിൻ്റെ പുറത്തൊരു ഫെയിമും താല്പര്യപ്പെടുന്നില്ല. അപ്പം അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അതൊരു പ്രത്യേകിച്ച് ഒന്നിൻ്റെ പുറത്തല്ല, കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലൊരു കാവൽ മാലാഖ കൂടി ഉണ്ടാകുന്നു എന്നാണ് ഞങ്ങൾ ധരിക്കുക. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു കവിത രചിക്കാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം എൻ്റെ ഭാര്യ തന്നെയാണ്. ഈശോയിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹം അവൾക്ക് കൊടുത്ത് അതൊരു വലിയ സ്നേഹമായി അവൾ എനിക്ക് തിരിച്ച് നൽകുന്നത് കൊണ്ടാണ് ഇവിടെ നിൽക്കുക. അപ്പോൾ അച്ഛാ ഇനി പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. അച്ഛനും ഒത്തിരി നന്ദി. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഈ നല്ല ദിവസം ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ ക്യാമ്പസിലേക്ക് നീ കൂട്ടിക്കൊണ്ടുവന്ന ഈ ശാലോൻ ടിവിയുടെ അണിയർ പ്രവർത്തകരെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനധ്യാപകരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും നിൻ്റെ അനുഗ്രഹവും സമ്പത്തും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, കുടുംബജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വപൂർണ്ണമായ മാതൃത്വത്തെയും പിതൃത്വത്തെയും കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യവത്തായ ഭാവിയെക്കുറിച്ചൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കാനും ഈ കാലഘട്ടത്തിൻ്റെ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ ആദർശവും ശുദ്ധിയും മൂല്യവും നഷ്ടമായി പോകാതെ ജീവിക്കാനുമുള്ള പ്രേരണയും പ്രചോദനവും ഞങ്ങൾക്ക് ദിനംപ്രതി പലരിൽ നിന്നും നൽകുന്ന നിൻ്റെ വലിയ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിർമ്മലഗിരിയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.